നമുക്ക് ആദ്യം ഓർമ്മ തന്നെ ചതിക്കത്ത ചെന്തൂല ഈ ഒരു സീൻ. വിശേഷം സ്വാമി താഴെ താഴെ ഇവിടെ ഇവിടെ കുഞ്ഞ് ഈ തല ഒന്ന് കഴുത്തി വെച്ചേരാവും. പിന്നെ ദിവൻ ഉണ്ടല്ലോ, ഇവൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ, രസം. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ലുലുവിൽ വെച്ച് ഇറക്കണ ഹാലോവീൻ്റെ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനാണ് പങ്കെടുക്കാൻ പോണത്. ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മൾ പോണത് പാർക്കിങ്ങിലോട്ടാണ്. ഓൾമോസ്റ്റ് കുറച്ച് റെഡി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കാർ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കിയത്. പിന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും കൊറിയോഗ്രാഫറായ ശരത്തേട്ടനും കോസ്റ്റ്യൂം ഡിസൈനറായ എൻ്റെ സ്വന്തം ചേച്ചിയായ അഭിചേച്ചിക്കുമാണ് കേട്ടോ. പിന്നെ ഇതിൽ പങ്കെടുത്ത പിള്ളേർക്കും അതിനായിട്ട് കൊണ്ടുവന്ന പാരൻസിനും പിന്നെ മെയിനായിട്ട് പരിപാടി നടത്തിയ ലുലു ടീംസിനും ഒക്കെ ഇതിനൊരു പങ്കുണ്ട്. ഇത് എൻ്റെ സ്വന്തം ജാനമ്മയാണ്. ജാനമ്മ എന്ന് പറയുമ്പോൾ ചേച്ചീൻ്റെ കൊച്ച്. അവൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷനായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. 7 to 15 years വരെയുള്ള പിള്ളേർക്കായിരുന്നു കോമ്പറ്റീഷനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ 52 പിള്ളേരോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഷടപടയിൽ നിന്ന് തന്നെ സെറ്റാക്കി അകത്തോട്ട് കയറിയിട്ടാണ്. അകത്തോട്ട് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടീംസൊക്കെ ഉണ്ടാവുമല്ലോ. ടീംസ് മാത്രമല്ല, ഷോപ്പിലുള്ളവരൊക്കെ ഹാലോവീൻ്റെ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും മീൻസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കണമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നോക്കണ്ടായിരുന്നു. നമ്മുടെ കോസ്റ്റ്യൂം വൈസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കയറാൻ ടൈം ആയതുകൊണ്ട് തന്നെ അവർ ബാക്കിലോട്ട് പോയി ചെസ്റ്റ് നമ്പർ വൈസ് ആയിരുന്നു കയറേണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരുടെയും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതൊക്കെ പറയട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഫസ്റ്റ് കിട്ടിയത് ഈ ഒരെണ്ണത്തിനായിരുന്നു. നമ്മുടെ സതിക്കത്ത ചെന്തൂല ആ ഒരു സംഭവം ഓർമ്മ വരത്തില്ലേ, ആ ഒരു. നെക്സ്റ്റ് വരാൻ പോണതിനാണ് സെക്കൻഡ് കിട്ടിയത്, നമ്മുടെ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ തന്നെയാണ്. എനിക്ക് എല്ലാത്തിൻ്റെയും വീഡിയോസും അയാൾക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സൈഡിലായിട്ട് പിക്സ് കൊടുക്കണം കേട്ടോ. പിന്നെ ദൈവൻ ഉണ്ടല്ലോ, ഇവൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇനിയും ഒരുപാട് പേരുടെ ഉണ്ട്. എല്ലാവരുടെയും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കാണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈനറും കൊറിയോഗ്രാഫറും. നെക്സ്റ്റ് പ്രൈസ് കൊടുത്തു തുടങ്ങി. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ 52 പിള്ളേർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ പ്രൈസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ കൊടുത്തു തുടങ്ങി. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7 മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. Put forward as part of the
പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പിക്സൊക്കെ എടുത്തിട്ട് പിരിഞ്ഞു. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഗുഹയില്ലേ, അടിയിലല്ല സോറി, ആ ഒരു സൈഡിൽ ആ ഗുഹയിലൊക്കെ നമ്മൾ കയറി. നൈസായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ സെറ്റിങ്സൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പൊക്കത്തോട്ട് പോയി ഗെയിംസ് കളിക്കാനായിട്ട്. അവിടെ പോയപ്പോൾ ഞാൻ അത്യാവശ്യം ഫോണൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഫോട്ടോസൊന്നും എടുക്കാനും പറ്റിയില്ല, വീഡിയോസൊന്നും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി.